ഇറാനിൽ മരണം ഇതാ 1000 കടന്നിരിക്കുന്നു. ശ്രീലങ്കൻ തീരത്ത് നിന്ന് ഇറാനിയൻ സൈനികരുടെ മൃതദേഹം കണ്ടെടുത്തു. ഖമനിയുടെ പിൻഗാമിയായി മുജ്തബ ഖമനിയെ തെരഞ്ഞെടുത്തേക്കുമെന്ന് തന്നെയാണ് സൂചനകൾ. ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഫൈസൽ ഹംസയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഫൈസൽ, ഇറാനിലൊരു സാഹചര്യം നിലവിൽ എന്താണ്? 1000 പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം പലയിടങ്ങളിലായി തുടരുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഖമനിയുടെ സംസ്കാര ചടങ്ങുകൾ മാറ്റിവെച്ചിരിക്കുന്നത്? പുതിയ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴായിരിക്കും? വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്ത് നിന്ന് ഇറാന് നേരെയുണ്ട്, പ്രത്യേകിച്ച് ടെഹ്റാന് നേരെയുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആയത്തുള്ള അലി ഖമനിയുടെ പൊതുദർശനം ഇന്ന് മുതലാണ് അവർ തീരുമാനിച്ചിരുന്നത്. രാത്രി 10 മണി മുതലായിരുന്നു. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള സൗകര്യമൊരുക്കണമെന്ന് വലിയ രീതിയിൽ ആവശ്യമുയർന്നിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ പൊതുദർശനത്തിൻ്റെ സമയം മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും 3 ദിവസത്തെ പൊതുദർശനവും അതിനുശേഷം മഷാദിൽ, അദ്ദേഹത്തിൻ്റെ ജന്മനാട് കൂടിയായ മഷാദിൽ അദ്ദേഹത്തെ മറവ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. അക്കാര്യത്തിൽ അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തസ്നിം ന്യൂസ് ഏജൻസി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ എന്നത്തേക്കാണ് എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നില്ല. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരൻ ആരായിരിക്കും എന്നുള്ള കാര്യത്തിലും ഏകദേശ സൂചനകൾ വരുന്നു. മുജ്തബ ഖമനി, അദ്ദേഹത്തിൻ്റെ മകനായ മുജ്തബ ഖമനി ആയിരിക്കുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. അതിനുള്ള പ്രധാന കാരണം ഇറാൻ റവല്യൂഷണറി ഗാർഡ്, അത് അവരുടെ സൈന്യവുമായി അദ്ദേഹത്തിനുള്ള ബന്ധമാണ്. മാത്രമല്ല ഖമനിയുടെ ഓഫീസിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നതും അദ്ദേഹമാണ്. ഇറാൻ്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ഈ അസന്നിഗ്ധമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ഒരു യുവ നേതാവിനെ, അദ്ദേഹത്തിൻ്റെ പ്രായം 56 വയസ്സ് മാത്രമാണ്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നേതാവിനെ തന്നെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഇറാനിലുണ്ട്. ആ ഒരു സാഹചര്യം കൂടിയാണ് മുജ്തബ ഖമനിക്ക് അനുകൂലമാകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും 1-2 ദിവസത്തിനകം തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് അറിയിക്കുകയും അൽ ജസീറ നൽകുന്നതനുസരിച്ച് ഇറാനിയൻ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേറ്റുകൾ കൂടി വരുന്നുണ്ട്. ഇറാനിയൻ കപ്പൽ കൊളംബോ തീരത്ത് മുങ്ങിയതുമായി ബന്ധപ്പെട്ട ഐറിസ് ദേന എന്ന കപ്പൽ ശ്രീലങ്കൻ തീരത്ത് മുങ്ങിയതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കൂടി വരുന്നുണ്ട്. ഒരു സംയുക്ത പ്രസ്താവന എയർഫോഴ്സും നേവിയും ചേർന്ന് നടത്തുകയാണ്. റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. 32 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. വിദേശകാര്യ മന്ത്രാലയം തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ 180 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ആ കപ്പലിൽ, ഐറിസ് ദേന എന്ന കപ്പലിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 32 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ കപ്പലിന് നേരെ ഒരു ആക്രമണം നടന്നതാണോ എന്നതുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട് അല്ലേ ഫൈസൽ? വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ അമേരിക്ക ഇറാനിയൻ നേവിക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്തിയതായി ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയതാണ്. 10-ലധികം ഇറാനിയൻ കപ്പലുകൾ തങ്ങൾ മുക്കിയെന്ന് ട്രംപ് തന്നെ അവകാശപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ആക്രമണം നടന്ന ഏതെങ്കിലും ഒരു കപ്പലാണോ ഇത് എന്നുള്ള കാര്യമെല്ലാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കൊളംബോ തീരത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. 150-ഓളം ക്രൂ മെമ്പേഴ്സ് ഇതിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ 32 പേരെയാണ് ഇതുവരെ ജീവനോടെ രക്ഷപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്നത്. നിരവധി പേർ മരിച്ചു, നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്ര മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് എന്ന് അവർ കൃത്യമായി വ്യക്തമാക്കുന്നില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വലിയ രീതിയിൽ നേരത്തെ തന്നെ ഇക്കാര്യം അമേരിക്കയും ഇസ്രായേലും അവകാശപ്പെടുന്നുണ്ട്. വലിയ നാശനഷ്ടം, ഇറാന്റെ നാവികസേന പൂർണ്ണമായും നാമാവശേഷമായിരിക്കുന്നു എന്നാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വിനീത ഇപ്പോൾ പുറത്തു വരുന്നത്. അതാണ് ഒരു അന്തർവാഹിനി ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമാണോ നടന്നത് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഇറാന്റെ നിരവധി കപ്പലുകൾ, പുറം കടലിൽ ഉൾപ്പെടെയുള്ള കപ്പലുകൾക്ക് നേരെ, നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിലൊരു കപ്പലാണ് ഇപ്പോൾ കൊളംബോ തീരത്ത് മുങ്ങിയത്. അതിലെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഫൈസൽ.